നാളെ രാവിലെ നിങ്ങളെ തേടി വരുന്ന ഒരു ഫോൺ കോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതകാലം മുഴുവനുമുള്ള സമ്പാദ്യം ഒറ്റയടിക്ക് ഇല്ലാതാക്കിയേക്കാം. ഇതൊരു ഭീഷണിയല്ല, ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പകൽക്കൊള്ളയുടെ തുടക്കമാണ്. ഇതെന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത് ഡോക്ടർമാരെയും IT പ്രൊഫഷണലുകളെയും വരെ ലക്ഷങ്ങൾ കബളിപ്പിച്ചുകൊണ്ടിരുന്ന എയർപോർട്ട് കസ്റ്റം പാർസൽ സ്കാം അഥവാ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്നതെന്നും അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നമ്മൾ ഇന്ന് പഠിക്കും. പക്ഷെ ആദ്യം നമ്മൾ മലയാളികൾക്ക് ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ മാറ്റാം. നമ്മൾ പലരും വിശ്വസിക്കുന്നത് നമ്മൾ വളരെ സ്മാർട്ടാണെന്നാണ്. ഞാൻ ഒരിക്കലും OTP ഷെയർ ചെയ്യാറില്ല, അജ്ഞാത ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് എൻ്റെ പണം സേഫാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? തട്ടിപ്പിൽ പെടുന്നത് വിവരമില്ലാത്തവരോ അത്യാഗ്രഹികളോ മാത്രമാണെന്നാണ് നിങ്ങളുടെ പൊതുവായ ധാരണ. എന്നാൽ ആ വിശ്വാസമാണ് നിങ്ങളെ ഏറ്റവും വലിയ ശത്രു. കാരണം ഈ പുതിയ തട്ടിപ്പുകൾ നിങ്ങളുടെ OTP ചോദിക്കില്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇവർക്ക് നിങ്ങളുടെ OTP വേണ്ട, ലിങ്കിൽ ക്ലിക്ക് ചെയ്യും വേണ്ട. പകരം അവർ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഭയമാണ്. നിങ്ങളുടെ പേരിലുള്ള ഒരു പാർസലിൽ വ്യാജ പാസ്പോർട്ടും മയക്കുമരുന്നും പിടികൂടിയിട്ടുണ്ട്, നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് ഇത് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ ഫോൺ വിളിക്കും. യഥാർത്ഥ പോലീസ് ഓഫീസർമാരുടെ പേരും വ്യാജ ID കാർഡും കാണിച്ച് സ്കൈപ്പിലൂടെ നിങ്ങളെ അവർ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യും. ഇതൊരു ചെറിയ തട്ടിപ്പാണെന്ന് കരുതുന്നുണ്ടോ? ഈ വലയിൽ വീണവരുടെ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ മാത്രം ഇന്ത്യയിൽ 100 കണക്കിന് കോടി രൂപയാണ് ഈ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത്. കേരളത്തിലൊരു റിട്ടയർഡ് ഓഫീസറിന് നഷ്ടപ്പെട്ടത് 1.5 കോടി രൂപയാണ്. അവർ CBI ഓഫീസിന് സമാനമായ ഒരു സൈറ്റ് ഉണ്ടാക്കി വീഡിയോ കോൾ ചെയ്യും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ റിസർവ് ബാങ്ക് പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പണം മുഴുവൻ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ അവർ ആവശ്യപ്പെടും. ഭയം കാരണം പലരും ഇത് ചെയ്യുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ സൈബർ ക്രിമിനലുകളെ നമ്മൾ എങ്ങനെ നേരിടാം? അതിനുള്ള വഴി വളരെ ലളിതമാണ്. ഇനി ഇതുപോലൊരു കോൾ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കൃത്യമായ കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യത്തെ നിയമം: ഒരു യഥാർത്ഥ അന്വേഷണ ഏജൻസിയും നിങ്ങളെ വീഡിയോ കോളിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം ചോദിക്കില്ല. ഫെഡെക്സിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒന്നമർത്തു എന്ന് പറഞ്ഞ് ഒരു കമ്പ്യൂട്ടർ കോൾ വന്നാൽ അപ്പോൾ തന്നെ കോൾ കട്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ അറിയാതെ ആ കോൾ അറ്റൻഡ് ചെയ്തു പോയാൽ എന്ത് ചെയ്യും? ഈ തട്ടിപ്പുകാരുടെ വായടപ്പിക്കാനുള്ള 3 തന്ത്രങ്ങൾ ഇതാ. അവർ വിളിക്കുമ്പോൾ ഭയപ്പെടാതിരിക്കുക. പകരം അവർ ഏത് കസ്റ്റംസ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുക. എൻ്റെ വക്കീൽ 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും, വക്കീലിനോട് സംസാരിച്ചാൽ മതി എന്ന് പറയുക. കള്ളന്മാരാണെങ്കിൽ അവർ അപ്പോൾ തന്നെ കോൾ കട്ട് ചെയ്യും. അവർ വീണ്ടും ഭീഷണിപ്പെടുത്തിയാൽ സ്കൈപ്പ് കോളിലൂടെയോ വാട്സപ്പ് കോളിലൂടെയോ ഞാൻ സംസാരിക്കില്ല എന്ന് പറയുക. എനിക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി ഔദ്യോഗികമായി വക്കീൽ നോട്ടീസ് അയക്കുക, ഞാൻ കോടതിയിൽ നേരിട്ടോളാം എന്ന് പറയുക. ഈ തട്ടിപ്പുകാർക്ക് ഒരിക്കലും നിങ്ങൾക്കൊരു യഥാർത്ഥ നോട്ടീസ് അയക്കാൻ കഴിയില്ല. ഇതാണ് ഏറ്റവും മികച്ച തന്ത്രം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുക: സാർ, എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ബന്ധു സൈബർ സെല്ലിലെ SP ആണ്. ഈ റെക്കോർഡിംഗ് ഞാൻ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്യുകയാണ്. ഒറ്റ സെക്കൻഡ് മതി, അവരുടെ കണക്ഷൻ കട്ടാവും. ഇതൊക്കെ കോൾ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്നാൽ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവസാനത്തെ ബോണസ് പോയിന്റ് ഇതിനുള്ളതാണ്. ചുരുക്കത്തിൽ OTP ഇല്ലാതെ തന്നെ ഭയം ഉപയോഗിച്ച് നിങ്ങളുടെ പണം തട്ടുന്നതാണ് കസ്റ്റംസ് പാർസൽ സ്കാം. നമ്മൾ ഇന്ന് തട്ടിപ്പിൻ്റെ രീതി മനസ്സിലാക്കി അവരെ നേരിടാനുള്ള 3 പവർഫുൾ തന്ത്രങ്ങളും പഠിച്ചു. ഇന്നത്തെ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഇനി ഒരിക്കലും ഈ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ വീഴില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഭയം മാറ്റി അറിവ് നേടുക എന്നതാണ് ഏറ്റവും വലിയ ആയുധം. ഒരു വേള ഈ തട്ടിപ്പിൽപ്പെട്ട് പണം അയച്ചു പോയെങ്കിൽ ഒരു കാരണവശാലും സമയം കളത്തും. ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ, അതായത് ഗോൾഡൻ ഹവേഴ്സിൽ തന്നെ 1930 എന്ന നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പണം തിരികെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ബി സേഫ്, സ്റ്റേ അലേർട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.